അരുൺ, ഇന്ന് ഫ്രൈഡേ അല്ലേ? ലക്ഷ്മി ഒരു ചായ ഇട്ട് തരും. കുളി കഴിഞ്ഞോ അരുൺ? അരുൺ, നമുക്കിന്ന് പുറത്തു പോകാനുള്ളത്. ലക്ഷ്മി റെഡി ആയിട്ടിരിക്കും, ഞാൻ പെട്ടെന്ന് വരാം. പോയിട്ട് വരാം. താമസിക്കണ്ട തന്നെ. ശരി. ഹലോ. പോൾ, എടാ ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെടാ. എന്റെ കാറിന് ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ചെയ്യാലോ. ഹായ്, ഈ ടയർ മാറിയിട്ട് കുറച്ച് വർഷമായി, ഒന്ന് നോക്കാവോ? സാർ, നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്. ഈ മാസം ടയർ എക്സ്പയർ ആവും. പിന്നെ ഒരു ചെറിയ ക്രാക്കും തുടങ്ങിയിട്ടുണ്ട്. ഓ ഗോഡ്, ടയർ പൊട്ടി ആക്സിഡന്റ് ആകുന്ന ദുസ്വപ്നം വലിക്കുമായിരുന്നല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം സാർ. ഹലോ. പോൾ, പറയടാ. സോറി അളിയാ, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ല. ഓഹോ, ഇതാണ് ഇത്ര വലിയ കാര്യം. എൻ്റെ കാറിന് ടയർ എക്സ്പയർ ആവാറായി, അത് മാറ്റാൻ തിരക്കിലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്തത്? അപ്പൊ നിന്റെ ടയറും ചേഞ്ച് ചെയ്ത സമയമായല്ലോ. ഏയ്, പുതിയതുപോലെയല്ല ഇരിക്കുന്നത്. എല്ലാ ടയറും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതായത് 4 years ഫ്രം ദ മാനുഫാക്ചറിംഗ് ഡേറ്റ്. എന്തായാലും ഞാനൊരു വർഷം കഴിഞ്ഞിട്ട് ടയർ മാറ്റാൻ പോകുന്നു. എടാ, നിനക്കറിയോ, ടയർ റബ്ബർ പഴയതാകുന്നൊരു ഹാർഡാകും, അത് പിന്നീട് ക്രാക്ക് വന്ന് ബെസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഹേ, ഐ ഡോണ്ട് കെയർ മാൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ. അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഹലോ, എവിടെയാ? ലക്ഷ്മി, പറയാ. ഞാൻ വരാൻ ലേറ്റ് ആകുവേ. എന്തു പറ്റിയേട്ടാ? എൻ്റെ ഫ്രണ്ടില്ലേ പോൾ, അവനൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ, എന്തു പറ്റി? അറിയില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം.
ഓക്കെ ഏട്ടാ, ചെന്നിട്ട് വിളിക്ക്. ഓക്കെ പൊന്നെ. നിനക്കെന്താ പറ്റിയത്? എൻ്റെ കെയർലെസ്സസ് കാരണം. എന്താ നീ മദ്യപിച്ചിരുന്നോ? കാറിൻ്റെ ടയർ ബസ്റ്റായി. ഞാൻ കണ്ട ദുസ്വപ്നം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ചിലപ്പോൾ ദുസ്വപ്നങ്ങൾ ഒരു നിമിത്തമായിരിക്കും അല്ലേ? സുഖത്തെ, നിങ്ങളെ പ്രതീക്ഷിച്ചും ആശ്രയിച്ചും നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, കുട്ടികൾ എന്നിങ്ങനെ കുറേ ആൾക്കാർ ജീവിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വളരെ നിസ്സാരമായി കാണുന്നൊരു കാര്യമാണ് നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ടയർ. അതിനെ നിങ്ങളിൽ പലരും അശ്രദ്ധയോടെ കാണുന്നു. നിങ്ങൾ കാണിക്കുന്ന ഈ അശ്രദ്ധയ്ക്ക് ഒരുപക്ഷെ വലിയ വില നൽകേണ്ടി വരും. അതായത് ജീവന്റെ വില.